ഹായ്, ഈ സെഷനിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ്? അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്ന എ ഇസ് ഈക്വൽ ടു എ ഡാഗർ. ഓക്കെ, ഇപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണെങ്കിൽ വി ഷുഡ് ബി എ ലിറ്റിൽ ബിറ്റ് മോർ കെയർഫുൾ, ബട്ട് ജനറലി വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു എ ഡാഗർ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എ പ്ലസ് എ ഡാഗർ എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിൻ്റെ എ പ്ലസ് എ ഡാഗർ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, സം ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ്സ് ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ്. ഇതിൻ്റെ ഡാഗർ എടുക്കുകയാണെങ്കിൽ ദിസ് ഗീവ്സ് യു എ ഡാഗർ പ്ലസ് എ, ആൻഡ് ബൈ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്കറിയാം. സോ ദിസ് ഇസ് എ ഡാഗർ പ്ലസ് എ, ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു എ പ്ലസ് എ ഡാഗർ. സോ ക്ലിയർലി ഓപ്ഷൻ 1 ഈസ് ഹെർമീഷ്യൻ. വാട്ട് അബൌട്ട് ഐ എ പ്ലസ് എ ഡാഗർ? അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ നമ്പേഴ്സിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആവും. ഒരു നമ്പർ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റിൻ്റെ ഉള്ളിലൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആവും. സോ ദിസ് ബിക്കംസ് മൈനസ് ഐ എ ഡാഗർ പ്ലസ് എ. റൈറ്റ്, സോ ക്ലിയർലി ദീസ് ആർ നോട്ട് ഈക്വൽ. ഓക്കെ, അതായത് ഇതിൻ്റെ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റും ഇതും ഈക്വൽ അല്ല. സോ ദിസ് ഇസ് നോട്ട് ഹെർമീഷ്യൻ, ദിസ് ഇസ് നോട്ട് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ആൻഡ് ഓപ്ഷൻ 3 ഈസ് ഐ എ മൈനസ് എ ഡാഗർ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് മൈനസ് ഐ എ ഡാഗർ മൈനസ് എ. റൈറ്റ്, സോ ദിസ് മൈനസ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ ദിസ് ഇസ് ഐ എ മൈനസ് എ ഡാഗർ, വിച്ച് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു വാട്ട് വി സ്റ്റാർട്ടഡ് വിത്ത്. റൈറ്റ്, സോ ഓപ്ഷൻ 1 and 3 ആർ ദ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഹിയർ. Option 1 and 3. Okay, so option C is the correct answer. The eigenvalues of an operator are always real if it is. ഇപ്പോൾ ഐഗൺ വാല്യൂസ്, ഒരു ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസ് എപ്പോഴാണ് റിയൽ ആവുന്നത്? റൈറ്റ്, നമുക്കറിയാം ഹെർമീഷ്യൻ ഓപ്പറേറ്ററിനാണ് ഐഗൺ വാല്യൂസ് റിയൽ ആവുന്നത്. ആൻറ്റി ഹെർമീഷ്യൻ, യൂണിറ്ററി, ആൻറ്റി യൂണിറ്ററി, ഇതിനൊന്നും എപ്പോഴും റിയൽ ഐഗൺ വാല്യൂ കിട്ടണം എന്നില്ല. ഓക്കെ, ഇതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സാണ്. കാരണം നമ്മുടെ മെഷേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ് ആണ്. മെഷേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ മെഷേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ എനർജി മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ, മൊമെൻറ്റം മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ഇൻ ദ എൻഡ് വാട്ട് വി ഗെറ്റ് ഇസ് എ റിയൽ നമ്പർ, നോട്ട് എനി കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ്, പ്രത്യേകിച്ചും ഒബ്സർവബിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എപ്പോഴും ഹെർമീഷ്യൻ ആയിരിക്കണമെന്ന് പറയുന്നു. ഇത് ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷൻ. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വയ്ക്കേണ്ട റിലേഷനാണ്, ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, നമ്മുടെ ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡെൽറ്റ എ ഡെൽറ്റ ബി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാഫ്. ഇവിടെ ഒരു 1/i എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ കൊമ ബി. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ ഒരു വഴിയുള്ളത്, നമുക്കറിയാവുന്ന ഒരു കമ്മ്യൂട്ടേഷൻ റിലേഷൻ എടുക്കുക, എക്സ് വിത്ത് പി. ഓക്കെ, എക്സ് പി വിത്ത് പി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഐ എച്ച് ക്രോസ്. ഓക്കെ, എക്സ് വിത്ത് പി ഇസ് ഐ എച്ച് ക്രോസ്. റൈറ്റ്, ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഓക്കെ, വാട്ട് ഇസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി? സോ അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/i. ഈ ഐ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. 1/i എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദിസ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഐ എച്ച് ക്രോസ്. ഓക്കെ, അപ്പോൾ ഈ ഐ, നമ്മുടെ ഈ കമ്മ്യൂട്ടേറ്ററിൽ വരുന്ന ഐനെ ഈ ഐ ക്യാൻസൽ ചെയ്യും. ഓക്കെ, so there is also 1/2 here. So you can write delta x delta p is greater than or equal to h cross divided by 2. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് പരിചയമുള്ള യൂഷ്വൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇത് ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷനാണ്. അതായത് നോൺ കമ്മ്യൂട്ടിംഗ് ആയിട്ടുള്ള ഏതൊരു ഓപ്പറേറ്റേഴ്സ് തമ്മിലും ഇതുപോലൊരു അൺസർട്ടനിറ്റി റിലേഷൻ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി ഇത് കുറച്ച് കൺഫ്യൂസിങ് ആവാം. ഓക്കെ, ഇപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ഈ ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസങ്ങളോടെ പല ടെക്സ്റ്റ് ബുക്കുകളിലും കാണാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ചെറിയ എക്സ്പ്രഷൻ എഴുതുന്ന രീതിയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെൽറ്റ എ ഡെൽറ്റ ബി, ഇതിപ്പോൾ നമ്മൾ എഴുതിയ ജനറലൈസ്ഡ് അൺസർട്ടനിറ്റി റിലേഷനാണ്. ഇനി ഇത് സിഗ്മ എ സ്ക്വയർ സിഗ്മ ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് സ്ക്വയർ ഓഫ് ദ അൺസർട്ടനിറ്റിയാണ്. ഈ സിഗ്മ എ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ അൺസർട്ടനിറ്റിയാണ്. സിഗ്മ എ സ്ക്വയർ സിഗ്മ ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2i. ഓക്കെ, ഇത് ഉള്ളിലേക്ക് എടുത്തു, ആൻഡ് ദെൻ ഇറ്റ്സ് എ സ്ക്വയർ ഓഫ് ദിസ്. ഓക്കെ, 1/2i എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ബി ആൻഡ് സ്ക്വയർ ഹിയർ. റൈറ്റ്, അപ്പോൾ ഇവിടെ മോഡുലസിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഇട്ടിട്ടില്ല, പക്ഷേ 1/i വിൽ ടേക്ക് കെയർ ഓഫ് the I
appearing in the commutator. Okay, അതുപോലെ വേറെ രീതിയിൽ എഴുതും ഡെൽറ്റ എ സ്ക്വയർ ഡെൽറ്റ ബി സ്ക്വയർ ഓക്കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡുലസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ കൊമ ബി സ്ക്വയർ. ഇത് സ്ക്വയറിൻ്റെ അൺസർട്ടനിറ്റിയുടെ സ്ക്വയറിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലാണ് നമുക്ക് ആക്ച്വലി അൺസർട്ടനിറ്റി റിലേഷൻ കിട്ടുക. അപ്പോൾ ഇവിടെ ഐ എഴുതിയിട്ടില്ല. ഈ എക്സ്പ്രഷനിൽ നോക്കുകയാണെങ്കിൽ ഐ എഴുതിയിട്ടില്ല. ആക്ച്വലി നമ്മുടെ ഫൈനൽ എക്സ്പ്രഷനിൽ നിന്ന് ഐ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, കാരണം നമ്മളിവിടെ മോഡുലസ് എടുക്കുന്നുണ്ട്. മോഡുലസ് എടുക്കുമ്പോൾ എനിവേ ദാറ്റ് ഐ വിൽ ഡിസപ്പിയർ. ഇപ്പോൾ ഡെൽറ്റ എ സ്ക്വയർ ഡെൽറ്റ ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ എഴുതാറുണ്ട്, -1/4 എ കൊമ ബി സ്ക്വയർ എന്ന രീതിയിലും എഴുതാറുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് എഗെയിൻ എക്സ് വിത്ത് പി എന്നുള്ള അൺസർട്ടനിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ പി സ്ക്വയർ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ നമ്മൾ എഴുതിയ റിലേഷൻസ് എല്ലാം തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഇൻ ദ എൻഡ് ഇറ്റ് ഗീവ്സ് യു എക്സാക്ട്ലി ദ സെയിം റിസൾട്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ പി സ്ക്വയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/4. ഓക്കെ, എ വിത്ത് ബി നമ്മളിപ്പോൾ കണ്ടു ഐ എച്ച് ക്രോസ് ആണ്. ഓക്കെ, ആൻഡ് ദ സ്ക്വയർ ഓഫ് ഇറ്റ്. ഓൾറൈറ്റ്, നൗ ദിസ് ഐ സ്ക്വയർ ഇവിടെ മോഡുലസ് ഇല്ല. സോ ഈ എക്സ്പ്രഷനിൽ മോഡുലസ് ഇല്ല. അപ്പോൾ ഇവിടെ ഐ സ്ക്വയർ വിൽ ഗീവ് യു -1. സോ ഇറ്റ് ഈസ് എച്ച് ക്രോസ് ബൈ 4. Okay, according to this delta x square delta p square is greater than or equal to delta p square is greater than or equal to h cross divided by 4. Now this means that delta x delta p is greater than or equal to h cross divided by 2. So ഇവിടെ square ഉണ്ട്, h cross square by 4. So if you take the square root you will again get the usual Heisenberg uncertainty relation. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ അൺസർട്ടനിറ്റി റിലേഷൻ നമുക്ക് എപ്പോഴും പരിചയമുള്ള ഒന്നാണ്. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതിൽ സംശയം വരികയാണെങ്കിൽ ഈ എക്സിൻ്റെയും പിയുടെയും കമ്മ്യൂട്ടേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഹൈസൻബർഗ് അൺസർട്ടനിറ്റി റിലേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. Which of the following statements are true? Okay, the eigenvalues of Hermitian operator are real. We know that this is true. This is a very important thing that we make use of in quantum mechanics. The eigenvectors of a Hermitian operator form an orthonormal basis. ഓക്കെ, ഇതും ശരിയാണെന്ന് നമുക്കറിയാം. ഏതൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെയും ഐഗൺ വെക്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യും. ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യുന്ന പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് യു ക്യാൻ എക്സ്പാൻഡ് എനി വെക്റ്റർ ഓക്കെ ഇൻ ദ സ്പേസ് ഇൻ ടേംസ് ഓഫ് ദിസ് ഐഗൺ വെക്റ്റേഴ്സ്. ഓക്കെ, അതായത് ഏതൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് നമുക്ക് ബേസിസ് സെറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അതായത് ഏതൊരു വെക്ടറിനെയും ഈ ബേസിസ് സെറ്റിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഈ ബേസിസ് യുണീക്ക് അല്ല, നമുക്ക് വേണമെങ്കിൽ ഹാമിൽട്ടോണിയൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് ബേസിസ് ആയിട്ട് ഉപയോഗിക്കാം, പൊസിഷൻ ഓപ്പറേറ്ററിൻ്റേത് ബേസിസ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ബേസിസ്. ഓൾറൈറ്റ്, ഏതൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്റേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ബേസിസ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് ബേസിസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ഗിവൺ ആർബിട്രറി വെക്റ്റർ psi is equal to sum over I ci phi i. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണെങ്കിലോ സപ്പോസ് ദ സെയിം വെക്റ്റർ ക്യാൻ ബി എക്സ്പാൻഡഡ് ഇൻ ടേംസ് ഓഫ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് പൊസിഷൻ ഓൾസോ. പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് എടുക്കുമ്പോൾ ദീസ് ആർ കണ്ടിന്യൂസ്. ഓക്കെ, ദേ ക്യാൻ ടേക്ക് കണ്ടിന്യൂസ് വാല്യൂസ്. കാരണം സ്പേസിലുള്ള ഓരോ പോയിന്റും ഒരു പോസിബിൾ പൊസിഷനായിട്ട് എടുക്കുകയാണെങ്കിൽ യു ഹാവ് എ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് ഐഗൺ വെക്റ്റേഴ്സ്. റൈറ്റ്, അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് യു വിൽ ഹാവ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സം യു വിൽ ഹാവ് എൻ ഇൻറ്റഗ്രൽ psi ഓഫ് എക്സ് ആൻഡ് ദെൻ ദ ബേസിസ് സെറ്റ് എക്സ്. ഓക്കെ, ദീസ് ആർ ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ദ position operator and these are eigenvectors of some operator like the Hamiltonian for which you have got a discrete set of eigenvalues. Okay, അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. ഈ psi of x ആണ് നമ്മൾ ഷ്രോഡിംഗർ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഷ്രോഡിംഗറിൻ്റെ വേവ് മെക്കാനിക്സിൽ നമ്മൾ വിളിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടുത്തെ എക്സ്പാൻഷൻ ഡിസ്ക്രീറ്റ് കേട്ടുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ci ആണ്, ഇവിടെ psi of x. ഓക്കെ, അപ്പോൾ ഈ കോഎഫിഷ്യൻസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ വർക്ക് വിത്ത് ദീസ് കോഎഫിഷ്യൻസ് എല്ലാം. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ബേസിസിൽ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂഷ്വൽ വേവ് മെക്കാനിക്സിൻ്റെ എക്സാക്റ്റ് ഇക്വേഷൻസ് ആണ് കിട്ടുക. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഐഡിയാസ്. ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ഈ നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസ് ആണ് മെഷേർഡ് വാല്യൂസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്ന മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, വെൻ വി മേക്ക് എ മെഷർമെൻറ്റ് the state actually changes from psi, the initial state, to one of the basis states, okay, one of the basis vectors.
റൈറ്റ്. ഇതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് തീരുമാനിക്കുന്നത്. നമുക്കിങ്ങനെ 5j എന്ന് എഴുതാം. ഇതിനുള്ള പ്രോബബിലിറ്റി, okay, what's the probability that our state will reduce to this 5j? It is given by Cj. Okay, actually probability നമുക്ക് എഴുതാം Ej എന്ന് എഴുതാം. Okay, suppose we are talking about eigenvectors of the the Hamiltonian operator. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് ആണ് ഇവിടെ ബേസിസ് ആയിട്ട് എടുത്തതെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Ej എന്നുള്ള എനർജി മെഷർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നതും 5j എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് സിസ്റ്റം മാറാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ബേസിസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, സോ ദിസ് യു ക്യാൻ റൈറ്റ് ആസ് മോഡുലസ് ഓഫ് Cj സ്ക്വയർ ഡിവൈഡഡ് ബൈ സം ഓവർ j മോഡുലസ് ഓഫ് Cj സ്ക്വയർ. ഓക്കെ, സോറി, സം ഓവർ I എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടാവും. This thing will become clear when we do more problems. Okay, all right. The trace of an operator depends on the basis in which it's expressed. ഓക്കെ, ഇത് ശരിയല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അതായത് നമ്മളൊരു ഓപ്പറേറ്ററിനെ നമുക്കറിയാം, അതിൻ്റെ മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, വി എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് ഐഗൺ വെക്റ്റേഴ്സ് എടുക്കണം, 5i 5j. ഓക്കെ, ഇത് നമ്മൾ Vij എന്ന് എഴുതും. ഓക്കെ, ദീസ് ആർ കോൾഡ് ദ മാട്രിക്സ് എലിമെൻറ്റ്സ് ഓഫ് ദ ഓപ്പറേറ്റർ വി ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് 5i and 5j. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ബേസിസിൽ ഒരു ഓപ്പറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കും. ഇതിൻ്റെ രണ്ട് ഇൻഡെക്സ് ഉണ്ട്. ദിസ് ഇസ് എ മാട്രിക്സ്. ഓക്കെ, ദിസ് ഇസ് എ മാട്രിക്സ്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓപ്പറേറ്റർ വി ക്യാപ്. ഓൾറൈറ്റ്, പക്ഷേ അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ബേസിസ് നമ്മളിവിടെ പറഞ്ഞു. നമ്മൾ ഡിഫറെൻറ്റ് ബേസിസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാട്രിക്സ് എലിമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഡിഫറെൻറ്റ് ബേസിസ് എടുക്കുമ്പോൾ മാട്രിക്സ് എലിമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓൾറൈറ്റ്, പക്ഷേ ഒരു ബേസിസിൽ നിന്ന് വേറെ ബേസിസിലേക്ക് പോകുമ്പോൾ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസ്, അതുപോലെ അതിൻ്റെ ട്രേസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, the trace is something that does not change. Trace is actually basis independent. Okay, so ഈ ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. Alright, the trace of an operator depends on the basis in which it's expressed. That's a wrong statement. Alright, so the true statements are 1 and 2. Option A is the correct answer. Okay, consider a system whose state is given in terms of an orthonormal set of 3 vectors 5, 1, 5, 2, 5, 3 as. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. സോ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്കലെ സ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹിൽബർട്ട് സ്പേസിലെ വെക്റ്റേഴ്സാണ്. അങ്ങനെ ഒരു വെക്ടറാണ് ഇപ്സൈ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്സൈ എന്നുള്ള വെക്ടറിനെ 5, 1, 5, 2, 5, 3 എന്നുള്ളൊരു ബേസിസിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓൾറൈറ്റ്, 5, 1, 5, 2, 5, 3 ജനറലി വി ചൂസ് ദിസ് ബേസിസ് വെക്റ്റേഴ്സ് ആർ as eigenvectors of some Hermitian operator, right? Some Hermitian operator what do you say? The Hermitian operator that represents the observable, all right? ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ ചോദ്യം ഇതാണ്, what's the probability for finding the system in the state 5, 1? Okay, what's the probability for finding the system in the state 5, 1? 5, 1 എന്നുള്ള സ്റ്റേറ്റിൽ, ഓക്കെ, കെറ്റ് 5, 1 എന്നുള്ള സ്റ്റേറ്റിൽ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. ഓൾറൈറ്റ്, അപ്പോൾ ഈ പ്രോബിലിറ്റി ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ദിസ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ്. ഓൾറൈറ്റ്, ഇനി ഇത് നോർമലൈസ്ഡ് ആണ് നോർമലൈസ്ഡ് അല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയതുപോലെ ഇതാണ് അതിൻ്റെ 5, 1. ഇപ്പോൾ 5, 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് C1 സ്ക്വയർ. ഓക്കെ, മോഡുലസ് ഓഫ് C1 സ്ക്വയർ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എഴുതി നോക്കാം. നോർമലൈസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എഴുതുന്ന ഫോർമുല വർക്ക് ചെയ്യും. അതായത് പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ദ സിസ്റ്റം വിൽ ബി ആഫ്റ്റർ മെഷർമെൻറ്റ്. ഇപ്പോൾ സംഭവിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ സംഭവിക്കുന്ന ആഫ്റ്റർ മെഷർമെൻറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ്. ഓക്കെ, ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. റൈറ്റ്, ആഫ്റ്റർ മെഷർമെൻറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ് ഇൻ ടു വൺ ഓഫ് ദിസ് ബേസിസ് വെക്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 5, 1 നമുക്ക് മെഷർ ചെയ്ത് കഴിയുമ്പോൾ 5, 1 എന്നുള്ള സ്റ്റേറ്റിലാണ് സിസ്റ്റം. അത് കഴിഞ്ഞുള്ള സ്റ്റേറ്റ് 5, 1 എന്ന സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് മെഷർമെൻറ്റ് കഴിഞ്ഞ് 5, 1 എന്നുള്ള സ്റ്റേറ്റിലുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ബൈ ദിസ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ. ദിസ് ഇസ് √3/3 സ്ക്വയർ ദെൻ ഡിവൈഡഡ് ബൈ, ഓക്കെ, ഈ ഇതിൻ്റെ നോർമലൈസേഷൻ ഫാക്ടർ ഇപ്പോൾ ഈ കേസിൽ 1 ആണെന്ന് കാണാം, ബട്ട് വിൽ ഡു ദ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, √3/3 സ്ക്വയർ പ്ലസ് 2/3 സ്ക്വയർ പ്ലസ് √2/3 സ്ക്വയർ. ഓൾറൈറ്റ്, സോ ദിസ് ഈക്വൽ ടു √3/3 സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് 3/9. ദാറ്റ് കറക്റ്റ്? ഇറ്റ്സ് 3/9. What is this?
this is 3 by 9 plus 2 by 9. Okay, so it's already 5 by 9. Here, sorry, 3 by 9 plus 4 by 9. I'm sorry, 3 by 9 plus 4 by 9. Square എടുക്കുമ്പോൾ 3 by 9 plus 4 by 9. That's 7 by 9 already. Plus 2 by 9. Okay, that's 9 by 9, 1. Okay, so here, ഇതിൻ്റെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസിൻ്റെ സം എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്ത് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ സ്റ്റേറ്റ് ഇസ് നോർമലൈസ്ഡ്. റൈറ്റ്, സോ ദിസ് ഇസ് ഈക്വലന്റ് ടു സേയിങ് ദാറ്റ് ഇഫ് psi is equal to 1, we say that the state is normalized. All right, the state vector, sorry, the inner product, the scalar product of psi with itself, if it is 1, we say that the psi is normalized. Okay, another way of writing this is, in this case, modulus of c1 square plus modulus of c2 square plus modulus of c3 square. That's the modulus square of the sum of the modulus square of the expansion coefficients. Okay, if this is 1, we say that the state is normalized. If this is not 1, because say this is some a square, then we have to normalize the probabilities. Okay, we have to normalize the probabilities. അതായത് ടോട്ടൽ പ്രോബിലിറ്റി 1 ആകുന്ന രീതിയിൽ. ഇതാണ് ഈ നോർമലൈസേഷൻ ഫാക്ടറാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഈ കേസിൽ 1 ആണ്, ഈ കേസിൽ ഇത് 1 ആണ്. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. നമുക്ക് എക്സാമിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് ചെയ്യാവുന്നത് ഇത് സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നോർമലൈസ്ഡ് ആണെങ്കിൽ ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ മോഡുലസ് സ്ക്വയർ മാത്രം എടുത്താൽ മതി. സോ ദ ആൻസർ ഇസ് 1/3. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. സിസ്റ്റം 5-1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, 5-1 എന്നുള്ള സ്റ്റേറ്റ് ആഫ്റ്റർ മെഷർമെൻറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ദ സ്റ്റേറ്റ് 5-1. അത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 out of 3 times ആഫ്റ്റർ മെഷർമെൻറ്റ് ദ സ്റ്റേറ്റ് ഇസ് system is in the state 5-1. Okay, and 4/9 times the system is in the state 5-2, and 2/9 times it's in the state 5-3 after measurement. Alright, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറലി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എഴുതുമ്പോൾ ഈ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ജനറലി ദ ഐഗൺ വെക്ടേഴ്സ് ഓഫ് സം ഓപ്പറേറ്റർ. ഓക്കെ, സം ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, അതുപോലെ a(phi2) is equal to a(2)(phi2) എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ 5-1 എന്നുള്ള സ്റ്റേറ്റിലാണെന്ന് പറയുന്നതും നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ എ എന്നുള്ള ഒബ്സർവബിളിൻ്റെ വാല്യൂ a1, സ്മോൾ a1 ആണെന്ന് പറയുന്നതും എക്സാക്ട്ലി ഇക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേ ചോദ്യം നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. സപ്പോസ് ഓക്കെ, ഇങ്ങനൊരു ഡീറ്റെയിലും കൂടെ തന്നിട്ടുണ്ട്. സപ്പോസ് ദിസ് 5-1, 5-2, 5-3 ആർ ഐഗൺ വെക്ടേഴ്സ് ഓഫ് എ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ a cap, okay, which obey this particular eigen value equation. Right, ഈ ഐഗൺ വാല്യൂ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നൊരു ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്ടേഴ്സാണ് 5-1, 5-2, 5-3 എങ്കിൽ വാട്ട്സ് ദ പ്രോബിലിറ്റി ദാറ്റ് യു മെഷർ, നമ്മൾ എ എന്നുള്ള ഒബ്സർവബിൾ മെഷർ ചെയ്യുമ്പോൾ വാട്ട്സ് ദ പ്രോബിലിറ്റി ദാറ്റ് യു മെഷർ എ വാല്യൂ a1 എന്നുള്ളൊരു റിയൽ വാല്യൂ a1 എന്നുള്ളൊരു വാല്യൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസർ 1/3 തന്നെ ആണ്. ഓൾറൈറ്റ്, സോ that's how we make predictions in quantum mechanics. അടുത്ത ചോദ്യം, കൺസിഡർ എ സിസ്റ്റം ഹൂസ് സ്റ്റേറ്റ് ഇസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് എ കംപ്ലീറ്റ് ആൻഡ് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് 5 വെക്ടേഴ്സ് വെർ n equal to 1, 2, 3, 4, 5 as follows. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 5 ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേംസിൽ നമ്മുടെ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. where phi n are the eigen states of the system's Hamiltonian. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ഇവിടെ തന്നിരിക്കുന്നത് ഐഗൺ വെക്ടേഴ്സ്, ഹാമിൽട്ടോണിയൻ്റെ ഐഗൺ വെക്ടേഴ്സാണ് നമ്മൾ ബേസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓൾറൈറ്റ്, ഞാൻ ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, h cap acting on phi n is equal to n epsilon 0 phi n. ഓക്കെ, ആൻഡ് വേർ epsilon 0 has the dimensions of energy. ഇതാണ് ഐഗൺ വാല്യൂ ഇക്വേഷൻ. ഓൾറൈറ്റ്, what's the average energy of the system? What's the average energy of the system? ഇപ്പോൾ ആവറേജ് എനർജി നമ്മളെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ ആവറേജ് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ ഇതിൻ്റെയും പ്രോബിലിറ്റി നമുക്കറിയാമെങ്കിൽ ആവറേജ് എനർജി എന്ന് പറയുന്നത് യു ടേക്ക് ഈച്ച് പോസിബിൾ വാല്യൂ, വെയിറ്റ് ഇറ്റ് വിത്ത് ദ പ്രോബിലിറ്റി ആൻഡ് ആഡ്, അല്ലേ, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ പ്രോബിലിറ്റി ആൻഡ് ആഡ്. ഉദാഹരണത്തിന് ആവറേജ് എനർജി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ എന്നുള്ള വാക്കാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത്. ദിസ് യു ക്യാൻ റൈറ്റ് എ സമ്മേഷൻ ഓവർ i pi ei. Right? Okay, ei are the possible eigenvalues, pi are the corresponding probabilities. Right? ഇനി പി ഐ എന്താണ്? അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ്, വാട്ട്സ് പി ഐ? ദിസ് ഇസ് മോഡുലസ് ഓഫ് സി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ സം ഓവർ ജെ മോഡുലസ് ഓഫ് സി ജെ സ്ക്വയർ. ഇതെന്താണ്? ദിസ് ദ നോർമലൈസേഷൻ ഫാക്ടർ. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ. ഓക്കെ, ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിനി നോക്കാം വാട്ട് ഡസ് ദിസ് മീൻ. നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നോക്കാം ഇവിടെ.
Okay, so what we need is the average value of the energy. But state is in the system is in the, suppose system is in the state phi 1. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന എനർജി ഐഗൺ വാല്യൂ എന്താണ്? 1 എപ്സിലോൺ 0. ഓക്കെ, ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 1 എപ്സിലോൺ 0. കാരണം ഈ 1 ആണ് ഇവിടെ ഇവിടെയുള്ള സബ്സ്ക്രിപ്റ്റിലുള്ള n ആണ് ഇവിടുത്തെ n ആയിട്ട് വരുന്നത്. ഓൾറൈറ്റ്, സോ യു ഹാവ് ഗോട്ട് 1 മൾട്ടിപ്ലൈഡ് ബൈ 1 എപ്സിലോൺ 0. ഫൈൻ. വാട്ട്സ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി? It's given by 1 by 19. ഓക്കെ, നോർമലൈസേഷൻ ഫാക്ടർ നമുക്ക് അവസാനം ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പ്ലസ് ഇതിന് കറസ്പോണ്ട് ചെയ്യുന്നത് 2 എപ്സിലോൺ 0 അല്ലേ, n എപ്സിലോൺ 0 എന്നുള്ളതാണ് എനർജി ഐഗൺ വാല്യൂ. സോ വൺ അതർ പോസിബിൾ എനർജി മെഷേർഡ് എനർജി വാല്യൂസ് 2 എപ്സിലോൺ 0. ദ പ്രോബബിലിറ്റി വിൽ ബി ഗിവൺ ബൈ മൾട്ടിപ്ലൈഡ് ബൈ 2 by 19. ഓക്കെ, right, and then 4 by 19 അല്ലേ, എൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോൾ 4 കിട്ടും. 3 എപ്സിലോൺ 0 multiplied by what do we have here? Here it is 2 divided by 19 plus 4. Okay, n epsilon 0 അല്ലേ, 4 epsilon 0. What's the probability? Proportional to 3 divided by 19. Okay, there is one more term, 5 epsilon 0, and there is 5 by 19. Okay, now we have not checked whether the state is normalized, so it's safe to put the normalization factor here. Normalization factor എന്താണ്? ഈ മോഡുലസ് സ്ക്വയർ, ഓരോ ടേമിൻ്റെ മോഡുലസ് സ്ക്വയറിൻ്റെ സമ്മാണ്. അതായത് 1 by 19 പ്ലസ് 4 divided by 19 പ്ലസ് 2 divided by 19 പ്ലസ് 3 divided by 19, okay, into modulus square, plus 5 divided by 19. Okay, alright, ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഫൈനൽ ആൻസർ കിട്ടുക? ഇവിടെ എല്ലാം 19 ഉണ്ട് അല്ലേ. സോ ഇറ്റ്സ് എപ്സിലോൺ 0 പ്ലസ് 8 എപ്സിലോൺ 0, ദാറ്റ്സ് 9 എപ്സിലോൺ 0, പ്ലസ് 6 എപ്സിലോൺ 0, സോ ഇറ്റ്സ് 15 എപ്സിലോൺ 0, പ്ലസ് 12, ദാറ്റ് ഇസ് 27, പ്ലസ് 25, സോ ഇറ്റ്സ് 52. ഓക്കെ, അപ്പോൾ മുകളിലുള്ള നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 52 epsilon, you can just add this, all right, 52 epsilon 0 divided by 19. Okay, and what's in the denominator? What's in the denominator? 15 divided by 19. Okay, 15 divided by 19. All right, so you can multiply it with the reciprocal, so 19 divided by 15, so the final answer would be 52 epsilon 0 divided by 15. Okay, so this kind of questions can be asked. Okay, ഇത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയാസ് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, ദീസ് ആർ ബേസിക്കലി 1 സ്റ്റെപ്പ് പ്രോബ്ലംസ്. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണെങ്കിലും ഈ ചോദ്യമാണെങ്കിലും 1 സ്റ്റെപ്പ് പ്രോബ്ലമാണ്. ഓൾറൈറ്റ്, അപ്പോൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ തരികയാണെങ്കിൽ it's better, alright, so you don't have to put in all these factors, okay, the normalization factor. If it's not normalized, you have to use this formula, alright. So the average value of EI, average value of E, we can write as P of EI sum over I, alright. This is equal to, in quantum mechanical language, this is equal to modulus of Ci square multiplied by EI divided by the normalization constant. Okay, that's it. That's how we find the quantum mechanical expectation value. Okay, so the answer A is the correct answer. Choose the wrong statement. A wave function psi of x comma t is said to be well behaved if. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എപ്പോഴാണ് വെൽ ബിഹേവ്ഡ് ആവുന്നത് എന്നാണ് ചോദ്യം. വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ടി. റൈറ്റ്, ഇതൊരു കണ്ടീഷനാണ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ ഒരു ഫിസിക്കൽ വേവ് ഫംഗ്ഷൻ ആകാനുള്ളൊരു കണ്ടീഷനാണ്. വേവ് ഫംഗ്ഷൻ psi of x comma t is finite at modulus of x equal to infinity. അതായത് x equal to minus ഇൻഫിനിറ്റിയിലും ഇൻഫിനിറ്റിയിലും വേവ് ഫംഗ്ഷൻ ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബ്ലോ അപ്പ്. യൂഷ്വലി വി take it as 0. The idea is that it should not blow up anywhere. നമ്മൾ എന്നാൽ മാത്രം നമുക്കൊരു പ്രോബബിലിറ്റി ഇൻ്റർപ്രിറ്റേഷൻ സാധ്യമാവുകയുള്ളൂ. നമ്മൾ യൂണിവേഴ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ at plus or minus infinity the wave function will vanish. Okay, that's basic idea. Alright, or at least it's finite. The wave function is single valued for any value of x. Okay, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്പേസിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് പ്രോബബിലിറ്റി ഇൻ്റർപ്രിറ്റേഷൻ പോസിബിൾ ആവുകയുള്ളൂ. വേവ് ഫംഗ്ഷൻ psi of x comma t is a linear function of x. ഓൾറൈറ്റ്, ഈ കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല.
യൂഷ്വലി നമുക്കറിയാം നമ്മുടെ വേവ് ഫംഗ്ഷൻസ് ലീനിയർ ഫംഗ്ഷൻസ് അല്ല. അപ്പോൾ ഉദാഹരണത്തിന് റേസ് ടു അല്ലെങ്കിൽ കോസ് എക്സ് ഒക്കെ ഈ രീതിയിലുള്ള വേവ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. ദീസ് ആർ നോട്ട് ലീനിയർ ഫംഗ്ഷൻസ് ഓഫ് എക്സ്. ഒക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ദർ ആർ പവേഴ്സ് ഓഫ് എക്സ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ wrong statement here. Okay, it need not be linear. It need not be linear function of x. Alright. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. The wave function must be finite, single valued and continuous. Dou psi by dou x is continuous except at the points where the potential is infinite. Okay, potential infinite ആകുന്ന പോയിന്റ്സിൽ wave function has to be continuous, പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആകില്ല. Alright, so we'll see examples also for this. So this is a note. This ഇവിടത്തോടെ ചോദ്യം അവസാനിച്ച് ദിസ് ഇസ് ജസ്റ്റ് എ നോട്ട്. ഓൾറൈറ്റ്, ടു ഹെൽപ്പ് us solve this problem. The answer is option D. Okay. Alright. Which of the following is not an allowed electric dipole transition? ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെലക്ഷൻ റൂൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് അൻ അലൗഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1:2p 1:2p. ഓക്കെ, ദിസ് ഈസ് എൻ അബ്സോർപ്ഷൻ. റൈറ്റ്, ഇറ്റ്സ് ഗോയിങ് ടു ഹയർ എനർജി. ദിസ് ഈസ് പോസിബിൾ. വൈ? ബിക്കോസ് ഡെൽറ്റ എൽ ഹിയർ ഇസ് 1 അല്ലേ? കാരണം ഡെൽറ്റ ഇസ് പ്ലസ് ഓർ മൈനസ് 1 ഡിപ്പെൻഡ്സ്. ലെറ്റ്സ് സേ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1. ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് L value is 1. കാരണം S corresponds to L equal to 0 and P corresponds to L equal to 1. Okay, so 1 minus 0 is 1. Delta L is 1. 2P to 3D. Here also we see that for P L equal to 1 and for D L equal to 2. Okay, so delta L is equal to 1 in this case also. This is also possible. 2S to 2P. Okay, 2S to 2P. This is also possible because again we have got what is a delta L equal to 1. Delta L equal to 1. S to P. Alright, but 1S to 2S. 1S to 2S. Even though these are of different energies, alright, this transition is not allowed because delta L here is 0. ഇവിടെയും L 0 ആണ്, ഇവിടെയും L 0 ആണ്. Okay, such transitions cannot be induced by the dipole transition, okay, or the dipole operator. Okay, the matrix elements will be 0. ഇത്തരം സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ ഡൈപോൾ ഓപ്പറേറ്റർ ഇട്ടിട്ട് അതിൻ്റെ മാട്രിക്സ് എലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. റൈറ്റ്, അതാണ് സെലക്ഷൻ റൂളിൻ്റെ അർത്ഥം. ഓക്കെ, സോ what do you say, the transition that's not allowed is option D. The vector J is sum of angular momenta J1 and J2. What is J1 with J2? Commutator of J1 with J2. Okay. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാവുന്നത്, ഈ ഒരു ചോദ്യം ഇതൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്താണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് പോകുമ്പോഴും അങ്ങനെ കംപ്ലീറ്റ്ലി ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യൂഷ്വലി ദിസ് ഹാപ്പൻസ് യൂഷ്വലി. ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ അല്ലാത്ത, കംപ്ലീറ്റ് ഇൻഫർമേഷൻ തന്നിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ സംടൈംസ് വിൽ ബി ഏബിൾ ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെക്ടർ ജെ ഇസ് സം ഓഫ് ആംഗുലർ മൊമെന്റ് J1 ആൻഡ് J2 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. ഓക്കെ, ഈ J1 and J2 എന്താണ്? Okay, are these different components of a given angular momentum? Okay, or are these different angular momentum like spin and what do you say, orbital angular momentum? We don't know. Okay, so നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ it's given in terms of JZ, Z. Alright, അപ്പോൾ ഇവിടെ തേർഡ് കോമ്പോണൻറ്റ് Z എന്നാണ് എഴുതിയിരിക്കുന്നത്. So from here we know that it's not different components of this. Alright, so the guess that we can make is that these are what do you say, angular moment of different particles. Different particles in the angular momentum ആണെങ്കിൽ we know that the commutator has to be 0. Alright, only then the total angular momentum will obey the angular momentum commutation relations. Alright, so this commutator is equal to 0. So options കാണുമ്പോൾ we see that there cannot be any other option. Alright, so it's not this. അപ്പോൾ നമ്മൾ Jx with Jy എന്നാണ് പറയുന്നതെങ്കിൽ we know that it's IH cross Jz. Okay, alright. Okay, but it's not clear. Okay, it's not clear whether J1 comma J2 is the angular momentum of two particles or the x component of angular momentum, x and y components of angular momentum. We can make a guess based on the options. All right. What's the product of polyspin matrices sigma x, sigma y, sigma z? ഇപ്പോൾ പോളിസ്പിൻ മാട്രിക്സ് നിങ്ങൾ സ്പിൻ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പോളിസ്പിൻ മാട്രിസസ് ആയിട്ട് ബന്ധപ്പെട്ട്
കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ബിക്കോസ് ദർ ആർ സം ഇൻട്രസ്റ്റിംഗ് റിലേഷൻസ് സാറ്റിസ്ഫൈഡ് ബൈ ദ പോളി സ്പിൻ മാട്രിക്സ് ആൻഡ് ഓൾസോ ഇൻ ഓൾ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ദിസ് പോളി സ്പിൻ മാട്രിക്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പോളി സ്പിൻ മാട്രിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കുക. പോളി സ്പിൻ മാട്രിക്സ് ആർ റിലേറ്റഡ് ടു സ്പിൻ ലൈക്ക് ദിസ്. ഓക്കെ, എസ് വെക്ടർ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ ടു സിഗ്മ. അപ്പോൾ പോളി സ്പിൻ മാട്രിക്സസും വെക്ടേഴ്സും സ്പിൻ ഓപ്പറേറ്റേഴ്സും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പോളി സ്പിൻ മാട്രിക്സസ് ആർ എസെൻഷ്യലി ദ മാട്രിക്സ് എലിമെൻറ്റ്സ് ഓഫ് യുവർ സ്പിൻ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, എക്സെപ്റ്റ് ഫോർ ദിസ് ഫാക്ടർ എച്ച് ക്രോസ് ബൈ ടു. ഓൾറൈറ്റ്, ഇനി നമ്മൾ അറിയേണ്ട കാര്യം പോളി സ്പിൻ മാട്രിക്സ് ചില ഇൻട്രസ്റ്റിംഗ് റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സിഗ്മ ഐ സിഗ്മ ജെ. നമ്മൾ രണ്ട് വെക്ടേഴ്സ്, രണ്ട് ഡിഫറെൻറ്റ് പോളി മാട്രിക്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് റിലേഷൻ. ഓക്കെ, യു ഹാവ് ടു റിമെമ്പർ ദിസ്. ഡെൽറ്റ ഐ ജെ പ്ലസ് ഐ എപ്സിലോൺ ഐ ജെ കെ സിഗ്മ കെ. ഓക്കെ, ഈ റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ പോളി സ്പിൻ മാട്രിക്സ് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ്. ഓക്കെ, അതായത് നമ്മുടെ നൊട്ടേഷൻ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്ന മാട്രിക്സ് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ പല ആൻസേഴ്സും മാട്രിക്സ് ഡയറക്റ്റായിട്ട് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, മാട്രിക്സ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, സംടൈംസ് പീപ്പിൾ ടെൻഡ് ടു ഡു ദിസ് ഇൻ ആൻ എക്സാം. ഓക്കെ, അപ്പോൾ അത് സ്പേസും കുറേ നഷ്ടപ്പെടും. ഓൾസോ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. യു ഓൾസോ മേക്ക് എ മിസ്റ്റേക്ക്. യു ഓൾസോ മേ മേക്ക് എ മിസ്റ്റേക്ക്. റൈറ്റ്, സോ ദിസ് ഇസ് ദ ഈസിയർ വേ. Okay, so what we need to find is sigma 1 sigma 2 sigma 3. ഈ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് വിൽ ഫൈൻഡ് സിഗ്മ 1 സിഗ്മ 2. ഓക്കെ, സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ജെ. ഇഫ് ദീസ് ആർ ദ സെയിം, ഐ ആൻഡ് ജെ ആർ സെയിം, ദിസ് ഗിവ്സ് 1. ഓക്കെ, സോ ദിസ് ഇസ് 0 ഹിയർ. കാരണം we are taking sigma 1 sigma 2, so delta 1 to 0 plus I epsilon. Again the sum over k. All right, we are using Einstein summation convention. So this is I epsilon 1 to what do you have here? 3. The only possibility is 3. 1 and 2 നമ്മൾ ഇവിടുന്ന് ഫിക്സ് ചെയ്തു അല്ലേ. The only option is 3. ഓക്കെ, ബാക്കി എല്ലാത്തിനും ഈ ലെവിസിവിറ്റ സിമ്പിൾ 0 ആയിരിക്കും. And then sigma 3. We know that epsilon 1 2 3 is 1. All right, so this is equal to I sigma 3. Okay, fine. പക്ഷെ നമുക്ക് വേണ്ടത് what we need is sigma 1 sigma 2 sigma 3. Okay, so sigma 1 sigma 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് I sigma 3. So this is equal to I sigma 3 multiplied by sigma 3. Okay, again we are talking about a product of two matrices. You can again use this relation. Okay, അപ്പോൾ നമ്മൾ sigma 3 എന്ന് പറയുമ്പോൾ this is equal to delta 3 3 അല്ലേ, ഐ ജെ ഡെൽറ്റ 3 ദാറ്റ്സ് ഈക്വൽ ടു 1. ഇനി ഈ ടേം ആണെങ്കിൽ 0 ആണ്. കാരണം എന്താണ്, വി ആർ ടേക്കിംഗ് സിഗ്മ 3 സിഗ്മ 3. സോ ദ സെക്കൻഡ് ടേം ബിക്കംസ് ഐ എപ്സിലോൺ 3 കെ സിഗ്മ കെ. ഓക്കെ, ഇനി നമ്മൾ ലെവിസിവിറ്റയുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇറ്റ്സ് ആൻറ്റിസിമെട്രിക് അബൌട്ട് എനി ടു ഇൻഡിസസ്. അതിൻ്റെ ഏതൊരു രണ്ട് ഇൻഡിസസ് എടുത്ത് ഇൻ്റർചേഞ്ച് ചെയ്യണം ആൻറ്റിസിമെട്രിക് ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഇഫ് എനി ടു ഇൻഡിസസ് ആർ ദ സെയിം ദ ലെവിസിവിറ്റ ഇസ് 0. ഓക്കെ, യു റിമെമ്പർ ദിസ്. ലെവിസിവിറ്റ ഇസ് 0 if any of the two indices are same. Okay, that's the property of antisymmetry. Right, so this means that this is equal to sigma 3 is 1, or final answer is I multiplied by 1 or I. So the answer is option B. Okay, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ most of the cases we can use simple relations like this instead of multiplying the entire matrices. Okay, that's time consuming and there's a good chance of making a mistake. Okay, you have to remember this expression. So answer is I. So option B. Okay. റൈറ്റ്, അപ്പോൾ ഇതിവിടെ ഞാൻ സമ്മറൈസ് ചെയ്തിട്ടുണ്ട് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പോളി സ്പിൻ മാട്രിക്സ്. അപ്പോൾ അതിൽ എനിക്ക് ഒന്ന് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് സിഗ്മ ഐ സിഗ്മ ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ പ്ലസ് ഐ എപ്സിലോൺ ഐ ജെ കെ സിഗ്മ കെ സം ഓവർ കെ ഇംപ്ലൈഡ്. ഓക്കെ, അതുപോലെ നമ്മളിതിൻ്റെ കമ്മ്യൂട്ടേറ്റർ നോക്കുകയാണെങ്കിൽ സിഗ്മ ഐ വിത്ത് സിഗ്മ ജെ ഇസ് 2i എപ്സിലോൺ ഐ ജെ കെ സിഗ്മ കെ. റൈറ്റ്, ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? വി നോ ദാറ്റ് ഇറ്റ്സ് ദീസ് ആർ റിലേറ്റഡ് ടു സ്പിൻ, സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഫ്രം ദ സ്പിൻ. ഇപ്പോൾ ഇതും ഈ കമ്മ്യൂട്ടേറ്റർ കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്യേണ്ട, മെട്രിസസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പോസിറ്റ് റിവേഴ്സ് ഡിഫറെൻറ്റ് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, യു ക്യാൻ യൂസ് ദിസ് റിലേഷൻ. വേണമെങ്കിൽ ഈ റിലേഷൻ ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഇത് സിഗ്മ ഐ സിഗ്മ ജെ മൈനസ് സിഗ്മ ജെ സിഗ്മ. അപ്പോൾ ഈ റിലേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് അറിയാം അല്ലേ. എസ് ഐ വിത്ത് എസ് ജെ is equal to IH cos epsilon ijk sk. Okay, these are the basic angular momentum commutation relations. Okay,
So from here we see that അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ഐ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു എസ് ഐ ഈസ് എച്ച് ക്രോസ് ബൈ ടു സിഗ്മ ഐ അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് ലെറ്റ്സ് സേ ദിസ് ഇംപ്ലൈസ് എച്ച് ക്രോസ് ബൈ ടു സിഗ്മ ഐ എച്ച് ക്രോസ് ബൈ ടു സിഗ്മ ജെ കമ്മ്യൂട്ടേറ്റർ ദിസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എപ്സിലോൺ കെ. ഇനി എസ് കെ എന്ന് പറയുന്നത് എന്താണ്? എസ് കെ ഇസ് അഗെയിൻ എച്ച് ക്രോസ് ബൈ ടു സിഗ്മ കെ. ഓക്കെ, so you pull this out, pull this h cross by 2 out, and here also, so it becomes h cross square divided by 4 sigma I sigma j commutator is equal to I h cross square. Okay, ഇവിടെ എപ്സിലോൺ ഐ ജെ ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ഐ എച്ച് ക്രോസ് സ്ക്വയർ എപ്സിലോൺ ഐ ജെ കെ സിഗ്മ കെ. ഓക്കെ, so what does this mean? H cross square and h cross square will get cancelled. Okay, ഇവിടെ h cross by 2 ഉണ്ടായിരുന്നു. Alright, so if you take this here, we see that sigma I with sigma j, you take this 4 here, 4 by 2 is 4, that's equal to 2, and there's an I epsilon I j k sigma k. Okay, ഇനി ഇത് ഉപയോഗിക്കണ്ടെങ്കിൽ even if you suppose you forgot even this thing, okay, the spin basic angular momentum commutation relations, you have to remember the basic angular momentum commutation relations, but suppose you forget this, you can use this expression. Okay, if you use it carefully, you'll get the same result. Okay, we also have this anti-commutator of sigma I and sigma j. Anti-commutator of sigma I sigma j എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് sigma I sigma j plus sigma j sigma I. Okay, ഇത് ഇവിടുന്ന് again we can use this expression to find it. The answer is 2 delta ij. Okay, twice delta ij. That's clear. Okay, all right. അതുപോലെ sigma 1 sigma 2 sigma 3, the product of 3 polyspin matrices is I. Okay, നമ്മളിവിടെ ഒരു കേസിൽ പ്രൂവ് ചെയ്തതാണ്. ഈ കേസിൽ പ്രൂവ് ചെയ്തതാണ് sigma x sigma y sigma z is equal to I. Alright, so it may be helpful to remember these relations. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് these polyspin matrices are traceless matrices. Okay, the polyspin matrices are traceless matrices. അതുപോലെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. The determinant of polyspin matrices is -1. Okay, so polyspin matrices, as I said, these are important in all of physics, in quantum mechanics, so it's you can expect some question from this part. Alright, so it may be helpful to remember these relations. Okay, അതുപോലെ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണിക്കാവുന്ന വേറെ കാര്യമാണ് sigma dot a multiplied by sigma dot b, okay, is equal to a dot b plus I sigma dot a cross b. Okay, very important. This also can be asked directly. Okay, again you can prove it using this relation also. You can also prove it using this relation, but it's better to remember this. Okay, it may take a few steps to prove this, a little bit of manipulations, but it's easy to remember. Sigma dot a, sigma dot b. നമുക്കറിയാം ഇവിടെ ഡെൽറ്റ ഐ ജെ ഉണ്ട് അല്ലേ. ഡെൽറ്റ ഐ ജെ വി നോ ദാറ്റ് ഇറ്റ്സ് റിലേറ്റഡ് ടു what is a vector dot b vector എന്ന് പറയുന്നത് can write as ai bj delta ij. Okay, summation implied. Alright, അതുപോലെ ഇവിടെ എപ്സിലോൺ ഐ ജെ ഒക്കെ ഉണ്ട്. വി നോ ദാറ്റ് എപ്സിലോൺ ഐ ജെ ഒക്കെ ആർ റിലേറ്റഡ് ടു ക്രോസ് പ്രോഡക്റ്റ് ബിക്കോസ് വി നോ ദാറ്റ് എ ക്രോസ് ബി is equal to, or the ith component of a cross b is equal to epsilon I j k aj bk. All right, okay, അപ്പോൾ ഈ ഇത്തരം റിലേഷൻസ് ഉണ്ട്. സോ വി നോ ദാറ്റ് the Kronecker delta is associated with the scalar product and the Levi-Civita is associated with the vector product. All right, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആദ്യം വരുന്ന ടേം സ്കേലാർ പ്രോഡക്റ്റ് ആണ്. ഇറ്റ് കംസ് ഫ്രോം ദിസ് ഡെൽറ്റ ഐ ജെ. ദ സെക്കൻഡ് ഈസ് എ വെക്റ്റർ പ്രോഡക്റ്റ് ആൻഡ് ദർ ഇസ് എ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ദ പോളി സ്പിൻ മെട്രിസസ്. ഓക്കെ, സോ യു ഹാവ് ടു റിമെമ്പർ ഓൾസോ ദിസ്. Okay, we don't know which of these could be asked. Okay, if L plus and L minus are rising and lowering operators, what is L plus with L minus? Okay, so the answer is 2h cross Lz. Okay, it's easy to prove this. Let's just prove this. L plus എന്ന് പറയുന്നത് this is Lx plus ILy. Alright, L minus is equal to Lx minus ILy. What is L plus with L minus? This is equal to Lx plus ILy, comma Lx minus ILy.
റൈറ്റ്. ഇനി ഇതിൽ നമ്മൾ നോൺ സീറോ ആയിട്ടുള്ള കോമ്പിനേഷൻസ് മാത്രം എടുത്താൽ മതി. കാരണം എൽ എക്സ് വിത്ത് എൽ എക്സ് വി നോ ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു 0. എൽ വൈ വിത്ത് എൽ വൈ ഇസ് ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ, സോ വാട്ട് വി ഹാവ് ഹിയർ ഇസ് the non-zero combinations are, from here we have got Lx with ILy, okay, Lx with minus ILy plus, and then ILy with Lx. Okay, so this minus I can be pulled out, minus I, Lx with ILy. What's Lx with Ly? നമുക്കറിയാം Lx with Ly is equal to IH cross Lz. Okay, this is IH cross Lz plus, so similarly you have got I here, again this is minus IH cross Lz, because ഇതിൻ്റെ അതേ ഓപ്പോസിറ്റ് ഓർഡറിൽ എഴുതിയ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. So when you change the order of the terms in the commutator bracket, you get a minus sign. Okay, it's antisymmetric. So this is 2H cross Lz, because I multiplied by minus I is 1 and I multiplied by minus I is again 1 here. So you get twice H cross Lz. So the answer is 2H cross Lz. Okay, that's the answer. So it may be helpful to remember these relations. Okay, അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതായതുകൊണ്ട് ഈ ബേസിക് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് മേ സേവ് യു എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ജെ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ജെ വൈ. ജെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ജെ പ്ലസിൻ്റെ ജെ മൈനസിൻ്റെ ടേംസിൽ ഇറ്റ്സ് ജെ പ്ലസ് പ്ലസ് ജെ മൈനസ് ഡിവൈഡഡ് ബൈ 2. ജെ വൈ ഈസ് ഐ ബൈ 2, ജെ മൈനസ് മൈനസ് ജെ പ്ലസ്. ഓക്കെ, റൈറ്റ്. അതുപോലെ ജെ സെഡ് വിത്ത് ജെ പ്ലസ് മൈനസ്. ഓക്കെ, ജെ സെഡ് വിത്ത് ജെ പ്ലസ് മൈനസ് ഇസ് പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് ഇതാണ്, ജെ സെഡ് വിത്ത് ജെ പ്ലസ്, ഓക്കെ, ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ജെ പ്ലസ്. ഓക്കെ, അതുപോലെ ജെ സെഡ് ജെ മൈനസ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ജെ മൈനസ്. ഇതിലേത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ടു റിമെമ്പർ ദിസ്. അതുപോലെ നമ്മളിപ്പോൾ ചെയ്ത കാര്യം, റൈറ്റ്, ജെ പ്ലസ് മൈനസ് വിത്ത് ജെ മൈനസ് പ്ലസ് ഇസ് പ്ലസ് ഓർ മൈനസ് 2H ക്രോസ് സെഡ്. അതായത് ജെ പ്ലസ് വിത്ത് ജെ മൈനസ്, ദിസ് മീൻസ് ഇസ് വാട്ട് യു നീഡ് ടു റിമെമ്പർ ഇസ് ജസ്റ്റ് ജെ പ്ലസ് വിത്ത് ജെ മൈനസ് ഇസ് ഈക്വൽ ടു 2H ക്രോസ് ജെ സെഡ്. ഓക്കെ, അതുപോലെ ജെ സ്ക്വയർ കമ്മ്യൂട്ട്സ് വിത്ത് ഓൾ ഓഫ് ദിസ്. സോ ജെ സ്ക്വയർ വിത്ത് ജെ പ്ലസ് മൈനസ് ഓർ ജെ സ്ക്വയർ വിത്ത് ജെ സെഡ് ആർ ഓൾ ഈക്വൽ ടു 0. ഇത് ഇവിടുന്ന് സമ്മറൈസ് ചെയ്തെന്നുള്ളൂ ഫോർ യു ടു ബി ഈസി ടു റിമെമ്പർ. ഓക്കെ, ഇതുപോലെ നമ്മൾ മെമ്മറൈസ് ചെയ്യാവുന്ന വേറെ കാര്യമാണ്, ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഉപയോഗിച്ച് കാണിക്കാവുന്ന വേറെ കാര്യമാണ് ജെ സെഡ്. ജെ പ്ലസ് ഓർ മൈനസ് ജെ എം എന്നുള്ള സ്റ്റേറ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജെ സെഡ് ഐക്കൺ വാല്യൂ എന്താണ്? ജെ സെഡ് ആക്ടിങ് ഓൺ ജെ പ്ലസ് മൈനസ് ജെ എം. നമുക്കറിയാം ജെ എം is already an eigenvector of Jz. Okay, Jz acting on Jm is equal to mh cross Jm. നമുക്കറിയാം. ഓൾറൈറ്റ്, സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ജെ പ്ലസ് ആക്ടിങ് ഓൺ ജെ എം. ഇത് പുതിയൊരു സ്റ്റേറ്റ് ആണ്. ദിസ് ഇസ് ഓൾസോ അൻ ഐഗൺ വെക്ടർ ഓഫ് ജെ സെഡ്. ഓക്കെ, ആൻഡ് വാട്ട്സ് ഐഗൺ വാല്യൂ? എം പ്ലസ് 1 എച്ച് ക്രോസ്. എം എച്ച് ക്രോസ് എന്നുള്ളതിന് പകരം ഇറ്റ് ഇസ് എം പ്ലസ് 1 എച്ച് ക്രോസ്. ഓക്കെ, അതുപോലെ ജെ മൈനസ് ജെ എം ഇസ് അഗെയിൻ ആൻ ഐഗൺ വെക്ടർ ഓഫ് ജെ സെഡ് വിത്ത് ഐഗൺ വാല്യൂ എം മൈനസ് 1 എച്ച് ക്രോസ്. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിനെ റൈസിങ് ആൻഡ് ലോവറിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജെ പ്ലസ് റൈസസ് ദ ജെ സെഡ് ഐഗൺ വാല്യൂ ബൈ എച്ച് ക്രോസ് ആൻഡ് ജെ മൈനസ് ലോവേഴ്സ് ദ ജെ സെഡ് ഐഗൺ വാല്യൂ ബൈ എച്ച് ക്രോസ്. ഓക്കെ, ദാറ്റ്സ് വൈ ദീസ് ആർ കോൾഡ് റൈസിങ് ആൻഡ് ലോവറിങ് ഓപ്പറേറ്റേഴ്സ്. ഇനി ഈ റിലേഷൻസ് എല്ലാം തന്നെ സ്പിന്നിനും അതുപോലെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിനും സെയിം ആണ്, ബിക്കോസ് they all are commutation, what do you say, angular momentum. These relations are same. Okay, this J could be the total angular momentum, it could be the orbital angular momentum, or it could be the spin. All right, these are general. Okay, ഏതൊരു ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ ആണെങ്കിലും ഇതേ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. Okay, basically that's the definition of an angular momentum operator in quantum mechanics. Okay, the probability current density for a particle described by the wave function psi of x comma t is equal to e raised to I kx minus omega t. പ്രോബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആൻസർ ഡി ആണ്. ഓക്കെ, ഐ വോണ്ട് ഡു ദിസ്, ബട്ട് ഇൻ ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് ഇതൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതിൽ റോ എന്ന് പറയുന്നത് സൈ സ്റ്റാർ സൈ ആണ്. നമുക്കറിയാം പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. അതുപോലെ ഇവിടുത്തെ ജെ വെക്റ്റർ ജെ എന്ന് പറയുന്നത് എച്ച് ക്രോസ് ബൈ 2im സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് സൈ ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ മതി സൈ സ്റ്റാർ. അപ്പോൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഹിയർ ദിസ് ഇസ് സൈ, സോ സൈ സ്റ്റാർ ഈസ് ഇ റേസ് ടു മൈനസ് ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ,
സോ ഇനി നമുക്ക് വേണ്ടത് ഡോ സൈ ബൈ ഡോ എക്സ്. ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഐ കെ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ. അതുപോലെ ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഫ്രം ഹിയർ യു ഗെറ്റ് മൈനസ് ഐ കെ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. If you plug it all in here, what we have for j is h cross divided by 2im. This factor you have to remember, okay? And psi star is e raised to minus I k x minus omega t. Dou psi by dou x ആണെങ്കിലോ I k e raised to I k x minus omega t. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ this will give you 1. Okay, what we have left is only I k. All right. Similarly, we have minus sign under minus psi dou psi star by dou x. Okay, again these terms will go away, and what you have is minus ik from here. Okay, so this is h cross by 2im multiplied by 2ik, or this is equal to 2 gone I gone h cross k divided by m. Okay, that's the answer here. So this is a simple problem based on this formula. Such problems can be asked. അപ്പോൾ ഇത് നമ്മൾ 1 dimensional case ആണ് എടുത്തത്. നമ്മൾ 3 dimensional എടുക്കുകയാണെങ്കിൽ j vector. Okay, instead of dou psi by dou x, you will have the full del vector here. Okay, you will have the full del vector. That's all. Which among the following are true? The eigenvalues of a self-adjoint operator are real, correct? കാരണം self-adjoint operator എന്ന് പറയുന്നത് Hermitian operator തന്നെയാണ്. Okay. Any two eigenfunctions belonging to distinct unequal eigenvalues of self-adjoint operators are mutually orthogonal. Okay, അപ്പോൾ ഇതും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതാണ്. If you take two eigenfunctions belonging to different eigenvalues, okay, നമ്മൾ സെപ്പറേറ്റ് eigenvaluesന് കറസ്പോണ്ട് ചെയ്യുന്ന eigenvectors എടുക്കുകയാണെങ്കിൽ they will be orthogonal for a Hermitian operator. അതായത് Hermitian operatorൻ്റെ eigenvectors are mutually orthogonal if they belong to different eigenvalues. Okay, this is important. This is why we can basically use the eigenvectors of a Hermitian operator as a basis. Okay, ഈ പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്ക് ബേസിസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്നത്. An operator A is said to be self-adjoint if its adjoint is equal to itself. Okay, a dagger is equal to A. This is also correct. So 1, 2 and 3 are true statements. Okay. The next question is this: which among the following are true statements? Again, okay, ഇത് ഈ ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷകളിലും ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, if you remember the results, these are direct questions. If not, you may have to do a couple of steps. That's all. Okay, ഇതിൽ ഏതൊക്കെയാണ് ശരി? jx with jy is equal to I h cross jz. We know that this is true, and the basic relations are this: ji with jj is equal to I h cross epsilon I jk jk. Okay, these are the commutation relations satisfied by all angular momentum operators. Okay, well, j plus with j minus ഇത് നമ്മൾ കണ്ടാണ്. It's 2h cross jz. Okay, the expectation value of jz square is equal to m square h cross square. അപ്പോൾ ഇവിടെ expectation value of jz square എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് in between the state jm എന്നുള്ളതായിരിക്കും. Alright, so we can check that. Okay, in the state jm. Alright, so jm ഈ statement actually complete അല്ല because the state is not given. Alright, but we assume that these are the state jm. Okay, alright, so this is equal to jm. jz square എന്ന് പറയുന്നത് m square h cross square. Okay, because we know that jm is equal to m h cross jm. Okay, we know this. Okay, this is the eigenvalue equation for jz. Okay, and then you have got jm. This is a number, you can pull it out. jm with jm, and we know by orthonormality that this is equal to 1. So you have got m square h cross square. So the expectation value of jz square in the state jm is m square h cross square. Okay, അതുപോലെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് the fourth option is j plus dagger is equal to j plus. Okay, this is not true. j plus is not a Hermitian operator. നമുക്കറിയാം j plus is equal to jx plus ijy. Okay, if you take j minus, jx and jy are Hermitian, so this is jx minus ijy. Okay, so j plus dagger is not equal to j minus. J plus dagger is not equal to j plus, it's equal to j minus. So this option is wrong. So the true statements are 1, 2 and 3 only. The true statements are 1, 2 and 3 only. Okay.
the selection rules for the allowed transitions in dipole approximation. Okay, this is something you have to keep in mind again, right? So the answer is option D. Delta L is plus or minus 1 and delta M can be plus or minus 1 or 0 depending on the polarization. Okay, so delta L is plus or minus 1, delta M is plus or minus 1 or 0. The total angular momentum that may arise when J1 is equal to 1 and J2 equal to 1. If J1 equal to 1 and J2 equal to 1 ആണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണെന്ന് വെച്ചാൽ 1 + 1 = 2 എന്ന് എഴുതാനാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ദീസ് ആർ ഓൾ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ഇറ്റ് ക്യാൻ ഗോ ഫ്രം J1 minus J2 up to J1 plus J2 in steps of 1. So let's take J1 minus J2, which is 0. Okay, you add 1, you get 1. Add 1 more and the maximum value is J1 plus J2, that's 2. So 0, 1 and 2 are the possible total angular momentum, total angular momenta value. Okay, so 2, 1 and 0. Which of the following statements are correct? The 0-point energy of a linear harmonic oscillator arises as a consequence of uncertainty principle. Okay, we know that this is true. The eigen values of a Hermitian operator are complex or real. This is not true. Okay, the eigenvalues of a Hermitian operator are always real. It's very important. Ket vector is used to represent a wave function. Okay, it doesn't make this statement does not make much sense, but this is true. Okay, because we can നമ്മൾ വേവ് ഫംഗ്ഷൻ പകരം കെറ്റ് വെക്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ കെറ്റ് വെക്ടറിൻ്റെ ഒരു പെർട്ടിക്കുലർ റെപ്രസെൻറ്റേഷനാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് are interchangeable. Either we can talk about a ket in an abstract sense or we can talk about the wave function in a particular basis. Right? So option 1 and 2 are correct. Okay. Sorry, 1 and 3 are correct. It's option C. Again, there's a question from Pauli spin matrices. If sigma x, sigma y, sigma z are the Pauli spin matrices, which among the following statements are correct? Okay, ഇപ്പോൾ ഇതിലേതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. Okay. So we know that sigma x square, sigma y square, sigma z square is not 0. We know that it's equal to 1. Okay. So this is not true. Sigma x, sigma y is equal to I sigma z. Is this true? Yes, I think we have seen this because sigma x, sigma y. Okay, നമ്മുടെ notation എഴുതുകയാണെങ്കിൽ sigma 1, sigma 2. This is delta 1, 2 plus I epsilon 1, 2. There is a summation over k. Okay. പക്ഷേ ഈ സമ്മേഷൻ നോൺ സീറോ വാല്യൂ വരുന്നത് k = 3 ആകുമ്പോൾ മാത്രമാണ്. Alright, and this is 1, sorry, delta 1 to 0 plus there's an I here, epsilon 1, 2, 3 is 1. Okay, so sigma 1, sigma 2 is equal to I sigma 3. So this is correct. Sigma x, sigma y is equal to sigma y, sigma x equal to 0. We know that this is not true. Okay, if this is true, this cannot be true. So only 2 is correct. Okay, only 2 is correct. In the ground state of hydrogen atom, an electron exists in the 1s state. Okay. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ഐഡിയാസ് ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. യു ഷുഡ് ബി ഗുഡ് ആൻഡ് ക്ലിയർ വിത്ത് ദ ബേസിക് ഐഡിയാസ്. ഓക്കെ, ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രോജൻ ആറ്റം an electron exists in 1s state when it is given a photon of sufficient energy. Which of the following dipole transitions are possible? Okay, again this is a question about dipole transition. Okay, first I thought this is a question about hydrogen atom, but actually this is a question about dipole transition. ഈ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം ചോദ്യങ്ങൾ കാണാറുണ്ട്. So I think you can expect a question along these lines. Okay, which are possible? 1s to 2s not possible because delta s is 0, delta L is 0. 1s to 2p is possible. 1s to 3s is also not possible. So only option 2 is possible. Okay, so 2 only. This is the only allowed dipole transition. If the ground state energy of a hydrogen-like atom is Eg, the energy of the state with radial quantum number nr equal to 4, okay, and orbital angular momentum number L equal to 2. Okay, അപ്പോൾ ഇവിടെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം തന്ന് കുറച്ച് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഹൈഡ്രോജൻ ആറ്റത്തിൻ്റെ എനർജി വാല്യൂസ്, ഓക്കെ, എനർജി ഐഗൺ വാല്യൂസ് കൂളും ഇൻ്ററാക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എനർജി ഐഗൺ വാല്യൂസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ n. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓക്കെ, ഓർ ദ റേഡിയൽ ക്വാണ്ടം നമ്പർ. റൈറ്റ്, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി Eg ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ദ ഐഗൺ values of the hydrogen atom is proportional to the ground state divided by n square.
Okay, n equal to 1 ആണെങ്കിൽ you get the ground state energy. There are proportionality constants like some factors that appear associated with the atom. Okay, അപ്പോൾ ജനറലി നമുക്ക് എഴുതാവുന്നത് En is proportional to 1 by n square അല്ലെങ്കിൽ En ഈ proportionality constant എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ it's minus 13.6. Okay, so this is something you can keep in mind. En is equal to minus 13.6 divided by n square in electron volt. Okay, this you have to keep in mind. This may be helpful. ഇപ്പോൾ ഹൈഡ്രോജൻ ആറ്റം എന്നുള്ള സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ദീസ് ആർ അണ്ടർസ്റ്റുഡ് ടു ബി ബേസിക് knowledge. Okay, so these questions could be asked. Okay, so ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി Eg ആണെന്ന് തന്നിട്ടുണ്ട്. Okay, so we can write E is equal to Eg divided by n square, not proportional, Eg divided by n square. Okay, കാരണം Eg എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂണിറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ minus 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. E1 എന്ന് പറയുന്നത് E2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് E2. Eg is E1. This is equal to minus 13.6 divided by 2 square. Okay, so we can clearly write that E is equal to Eg divided by n square. Okay, so the answer has to be Eg divided by 16. Okay, അപ്പോൾ ഹൈഡ്രോജനായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യമെങ്കിലും ഓർമ്മിച്ച് വെക്കണം. Okay, it's important. All right, the eigenvalues, energy eigenvalues of hydrogen atom are given by minus 13.6 divided by n square eV. Okay, or Eg divided by n square. അടുത്ത ചോദ്യം ഇതാണ്. Consider two electrons with spins s1 vector and s2 vector respectively. The expectation value of s1 dot s2 for the triplet state. Okay, triplet state ne s1 dot s2 എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അറ്റ് ഫസ്റ്റ് സൈറ്റ് ദിസ് മേ സീം ലൈക്ക് എ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. ഒക്കെ കാരണം നമ്മൾ s1 സ്ക്വയർ കണ്ടിട്ടുണ്ട്, s2 സ്ക്വയർ കണ്ടിട്ടുണ്ട്, sz-ഉം jz-ഉം lz-ഉം ഒക്കെ കണ്ടിട്ടുണ്ട്. വി ഹാവ് നെവർ സീൻ s1 dot s2. ഹൗ ഡു വി സോൾവ് ദിസ്? ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. ബട്ട് ഡോണ്ട് ലൂസ് ഹാർട്ട്. ഓക്കെ, ബിക്കോസ് ദിസ് ഇസ് എ സിമ്പിൾ പ്രോബ്ലം. ഇത്തരം പ്രോബ്ലംസ് ഇപ്പോൾ J1 ഡോട്ട് J2 ആണെങ്കിൽ L1 ഡോട്ട് L2 ആണെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. Alright, we know that s1 dot s2 can be connected with s1 square and s2 square by the square. Okay, because a plus b whole square is a square plus b square plus 2ab. Alright, so these are vectors, so we'll be a little bit more careful. S1 vector plus s2 vector square എടുക്കുകയാണെങ്കിൽ we know that this is s1 square plus s2 square plus 2s1 dot s2. നമുക്ക് വേണ്ട എന്താണ്? What we need is s1 dot s2. What we need is s1 dot s2. Okay, so you can solve for s1 dot s2 from here. If you take expectation value on both sides, expectation value of s1 dot s2 is equal to, alright, half s1 plus s2 whole square minus s1 square minus s2 square. That's simple as that. Okay, അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, ട്രിപ്ലെറ്റ് സ്റ്റേറ്റ് ആണ് തന്നിട്ടുണ്ട്. ട്രിപ്ലെറ്റ് സ്റ്റേറ്റ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂസ് ബിറ്റ്വീൻ ദ ട്രിപ്ലെറ്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് സോൾവ് ചെയ്താൽ ഇത് നമുക്കറിയാം ഓൾറെഡി. ഓക്കെ, കാരണം s1 പ്ലസ് s2 ട്രിപ്ലെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പിൻ, ഇലക്ട്രോണിൻ്റെ സ്പിൻ ആകുമ്പോൾ s1 is half. ഓക്കെ, s2 is also half. S1 plus S2 has two possibilities. S1 plus S2 has two possibilities, 0 and 1. Okay, if S1 plus S2 is 0, we call it a singlet state. We have seen this. Okay, if S1 plus S2 is 1, we call it a triplet state. We call it a triplet state. Okay, so from here we know that we are talking about s1 plus s2 equal to 1. Okay, so what's the state? നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലുള്ള എക്സ്പെക്ടേഷൻ വാല്യൂ ആണെന്ന് അറിയുന്നത് അല്ലേ? അപ്പോൾ ഏത് സ്റ്റേറ്റിലുള്ള എക്സ്പെക്ടേഷൻ വാല്യൂവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, they ask about the expectation value in the state 1 singlet state. Okay, that is കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ it is ഇതിൻ്റെ m1 m2 വാല്യൂ ഇവിടെ റെലവൻ്റ് അല്ല. സോ ലെറ്റ്സ് ലീവ് ഇറ്റ്. റൈറ്റ്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ the state is s1 s2 comma s. Alright, or in other words it's half comma 1. Okay, there are other terms to completely specify the ket or the eigenvector, but we don't need it here. Alright, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? s1 plus s2 എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ് സ്റ്റേറ്റ് ആണ് നമുക്കറിയാം. ഇപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ ഇസ് ഈക്വൽ ടു ഹാഫ്. s1 plus s2ൻ്റെ ആവറേജ് വാല്യൂ നമുക്കറിയാം ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്. what do you say? Triplet state. So s equal to 1. Alright, so s1 plus s2 is 1 in this case. ഇപ്പോൾ 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 into 1 plus 1 h cross square. 1 into 1 plus 1 h cross square. So that is 2 h cross square here.
ഓക്കെ, കാരണം S1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 1 × 1 + 1 h cos square എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് യൂഷ്വൽ തിങ്. ആൻഡ് S1 ഈസ് അഗെയിൻ half into half plus 1 h cos square. Okay, we can pull this minus outside, and S2 square is also half into half plus 1 h cos square. That's it. Okay, now we just have to solve this thing. So that's equal to, we'll write it here, half multiplied by 2 h cos square minus half into half plus 1 h cos square. So that's 3/4 h cos square plus 3/4 h cos square, which is 3/2 h cos square. Correct? Okay, so that's equal to half. This is 4 minus 3. Okay, you can take the LCM as 2. So it's 4 minus 3 h cos square. So it's 1/2 h cos square. And the answer is finally h cos square divided by 4. Okay, so option A is the correct answer. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ J1.J2 എന്നിട്ട് അതിൻ്റെ ടോട്ടൽ J വാല്യൂ ഏത് സ്റ്റേറ്റ് ആണെന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, വി നീഡ് ടു ഫൈൻഡ് ദിസ് S1.S2. വി ഫൈൻഡ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ദ സ്ക്വയർ. Okay, S1.S2 is S1 plus S2 whole square minus S1 square minus S2 square. We know the eigenvalue for S1 plus S2, that's S into S plus 1. Okay, and we know for S1, that's S1 into S plus 1 h cos square. We know for S2 square, that's S2 into S2 plus 1 h cos square. Okay, so we just plug in these values here and we'll get the result as h cos divided by 4. Okay, that's a simple problem. Such problems can be asked. Okay, for an arbitrary operator A cap and its adjoint operator A dag. അപ്പോൾ ഇതിലേതാണ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററും ഒരു ഓപ്പറേറ്ററും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്കിങ്ങനെ നോക്കാം. നമുക്കറിയാം ഈ കെറ്റും പ്രായം തമ്മിലുള്ള റിലേഷൻ അറിയാം അല്ലേ. ഫൈ വിത്ത് സൈ ഇസ് ഈക്വൽ ടു, ഇത് ഓപ്പോസിറ്റ് ഇതിലെടുക്കുന്നതിൻ്റെ സ്റ്റാർ. കറക്റ്റ്? ഓൾറൈറ്റ്. വാട്ട് അബൌട്ട് വെൻ വി ഹാവ് എൻ ഓപ്പറേറ്റർ ഹിയർ? ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഇതുപോലെ റിലേഷൻ എഴുതാൻ പറ്റും. അതായത് കോംപ്ലക്സ് കോൺജുഗേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് കോൺജുഗേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഈ ഹെർമേഷ്യൻ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് വി നീഡ് എ റിലേഷൻ എക്സാക്ട്ലി ഓഫ് ദ സെയിം ടൈപ്പ്. വി റിവേഴ്സ് ദിസ്, വി പുട്ട് സൈ ഹിയർ. ഓക്കെ, ദർ വിൽ ബി സം ഓപ്പറേറ്റർ ഹിയർ. ഇത് ഏത് ഓപ്പറേറ്ററാണ് നമുക്കറിയില്ല. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ജസ്റ്റ് റിവേഴ്സ് ദിസ് സൈ ആൻഡ് ഫൈ ആൻഡ് സ്റ്റാർ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതേണ്ട ഓപ്പറേറ്റർ ഏതാണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ റിലേഷൻ എഴുതണമെങ്കിൽ ഇവിടെ എഴുതേണ്ട ഓപ്പറേറ്റർ ഏതാണ്? ഇതിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് ദ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് ഓഫ് എ. ഓൾറൈറ്റ്, സോ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ജനറലൈസേഷൻ ഓഫ് ദിസ് റിലേഷൻ. Okay, it's really a generalization of this relation. Okay, അപ്പോൾ ഈ കോംപ്ലക്സ് കോൺജുഗേഷൻ്റെ ഓപ്പറേറ്റർ കറസ്പോണ്ടൻ്റ് ആണ് ഈ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് നമ്പറിന് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുന്ന പോലെയാണ് ഓപ്പറേറ്ററിന് ഹെർമീഷ്യൻ കോൺജുഗേറ്റ് എടുക്കുന്നത്. അതിനെ ഈ രീതിയിൽ ഈ എക്സ്പെക്ടേഷൻ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ മാട്രിക്സ് എലിമെൻറ്റിൻ്റെ ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം, ഫൈ സൈ, ഓക്കെ, ദ ബ്രാ ഫൈ കെറ്റ് സൈ ഇസ് ഈക്വൽ ടു ബ്രാ സൈ കെറ്റ് ഫൈ സ്റ്റാർ. ദിസ് വി നോ. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ റിലേഷനാണ് ഇത്. ഓക്കെ, അതായത് സൈയും ഫൈ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഓപ്പറേറ്റർ എന്താണ്? ഇവിടെ സ്റ്റാറും കൂടി ഇടുകയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്പറേറ്ററാണ് വരേണ്ടത്? അതിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇഫ് എ ഇസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഓർ എച്ച് ഇസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, ദെൻ ദിസ് റിലേഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, then this relation will be satisfied. All right, so the answer is option D. Psi A phi is equal to phi A dagger psi star. Okay, all right. If P and L are momentum and angular momentum operators respectively, the commutator Lx with Pz is equal to. ഇങ്ങനെ കമ്മ്യൂട്ടേറ്റർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യം, നമ്മുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം operators, all right, they act in a specific way on all vector operators because of the association with rotation. Okay, we know that vectors behave in a particular way under rotation, etc. Their components change in a particular way, and we know that orbital angular momentum is the generator of rotations. All right, actually the total angular momentum is the generator of rotations,
ബട്ട് ഫോർ നമ്മൾ എല്ലാ വെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എടുക്കണം. ബട്ട് സ്പിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ദിസ് ഇസ് ഇനഫ്. റൈറ്റ്. സോ ദ റിലേഷൻ ഫോർ എനി വെക്ടർ അതർ ദാൻ സ്പിൻ, ഓക്കെ, നമ്മൾ ഏതൊരു വെക്ടർ ഓപ്പറേറ്റർ എടുക്കണം അതർ ദാൻ സ്പിൻ ഓപ്പറേറ്റർ, ദിസ് റിലേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. എൽ ഐ വിത്ത് വി ജെ ഈസ് ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ വി കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ എൽ ജെ എഴുതുകയാണെങ്കിൽ, ആംഗുലർ മൊമെൻറ്റം എഴുതുകയാണെങ്കിൽ എൽ കെ, ഓക്കെ, അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ കോമ്പണൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് തന്നെ ഏതൊരു ഓപ്പറേറ്ററിൻ്റെ വെക്ടർ ഓപ്പറേറ്ററിൻ്റെയും കോമ്പണൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ബിക്കോസ് ഓഫ് the property of vectors under rotation. Okay, we don't prove anything here, but this is the reason. So we can use the same commutation relations here. We have got Lx with Pz. So this we can write L1 with P3. Okay, for convenience we can write it as L1 with P3. So this is equal to IH cross epsilon 132. Oh, sorry, epsilon 13 K. Okay, and then we have got Pk here. Right, the same, this relation you have to remember. Right, so this is IH cross epsilon 1. ഇവിടെ കെയുടെ 1 and 3 ഫിക്സ്ഡ് ആണ്. സോ കെ ഓൺലി ക്യാൻ ടേക്ക് 1 വാല്യൂ. സോ ദിസ് ടേം ഇസ് നോൺ സീറോ. ദാറ്റ് ഇസ് കെ ഈക്വൽ ടു 2 P2. Okay, now what's epsilon 132? This we can write as minus IH cross and interchange two indices 1, 2, 3 P2. അല്ലേ, രണ്ട് ലെവിസിവിറ്റയുടെ രണ്ട് ഇൻഡസസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഗെറ്റ് എ മൈനസ് സൈൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് എപ്സിലോൺ 1, 2, 3 is 1. സോ ദിസ് ഇസ് മൈനസ് IH ക്രോസ് P2. ഇവിടെ P2 PZ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഓക്കെ, സോ ദിസ് ഇസ് PY. സോ മൈനസ് IH ക്രോസ് PY ഇസ് ദ ആൻസർ. റൈറ്റ്, ഇനി ഇവിടെ P മൊമെൻറ്റം എന്ന് വേറെ ഏതൊരു വെക്ടർ ആണെങ്കിലും ദ സെയിം കൈൻഡ് ഓഫ് റിലേഷൻസ് വിൽ ബി സാറ്റിസ്ഫൈഡ്. Okay, ഇനി ഈ റിലേഷൻ ദിസ് ഇസ് ട്രൂ ഫോർ എനി വെക്ടർ അതർ ദാൻ സ്പിൻ. സ്പിന്നിന് ഇത് ട്രൂ ആണെങ്കിൽ വി ഹാവ് ടു പുട്ട് ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ദർ. ഓക്കെ, ഓക്കെ, ഫോർ വൺ ഡയമെൻഷണൽ ക്വാണ്ടം സിസ്റ്റം ഇൻ എ പൊട്ടൻഷ്യൽ V of x equal to k into delta of x minus a. Okay, that's the Dirac delta function where k and a are constants. The wave function psi of x and its first derivative psi prime are such that, okay, k of delta x minus a, delta of x minus a, and this means that at x equal to a the potential is infinite. Okay, at x equal to a the potential is infinite. All right, so we know that. So what do we know about so at k equal to 8 encounters an infinite potential. The wave function encounters an infinite potential. Okay, now both psi of x and psi prime of x are continuous at x equal to. This is not true. All right, when you have an infinite potential, the wave function will be continuous. The wave function will be continuous, but we'll see that the derivative of the wave function will be not discontinuous. Okay, wave function derivative or infinite potential വരുന്ന പോയിന്റ്സിൽ discontinuous ആണ്. So option A is not correct. Psi of x is continuous and psi prime of x is discontinuous at x equal to. This is true. Right, psi of x is discontinuous. No, psi of x is never discontinuous. Both psi of x and psi prime of x are continuous at x equal to a. No, this is also not true. Okay, all right, that's exactly the option A, but it doesn't matter. The correct option is option B. The total angular momentum quantum number J by coupling two angular momenta with quantum numbers J1 and J2 are found to be J equal to 5/2. The total angular momentum 5/2 ആണ് തന്നിട്ടുണ്ട്. If J2 is 1, J2 ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. The possible values of J1. ഓക്കെ, ഇപ്പോൾ ഇത് എളുപ്പമുള്ള പ്രോബ്ലമാണ്. J 5/2 ആണ് തന്നിട്ടുണ്ട്. J2 1 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1നെ ഏതിൻ്റെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് 5/2 എന്നുള്ള വാല്യൂ കിട്ടാനുള്ള സാധ്യതയുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 7/2 ആൻഡ് 5/2. നമുക്ക് 7/2 ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓപ്ഷനുള്ള എല്ലാ ഇതും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 7/2 5/2 നോക്കാം. റൈറ്റ്, അപ്പോൾ J2 7/2, J2 1 ആണ് തന്നിട്ട്. സപ്പോസ് J1 is 7/2. Okay, we combine it with 1. What are the possible values? You take 7/2 minus 1, that is 5/2. Okay, and then you add, go up in steps of 1. Okay, 7/2 plus 1, that is 7/2. 5/2 plus 1 is 7/2. ഈ രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് 7/2 ആണെങ്കിൽ ഉള്ളത്. ഓക്കെ, അതായത്
J1 7/2 ആണെങ്കിൽ നമുക്ക് 5/2 കിട്ടും. ഓക്കെ, പക്ഷേ ചോദിക്കുന്നത് ഇഫ് J2 is equal to 1 the possible values of J1. J1ൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? സോ 7/2 is indeed a possible value. ഓക്കെ, വാട്ട് അബൌട്ട് 5/2? 5/2 with 1. ഓക്കെ, ഇതിൻ്റെ പോസിബിൾ വാല്യൂസ് ഒന്ന് 5/2 - 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് 3/2, 5/2 plus 1. 3/2, 5/2, 5/2 plus 1. ഓക്കെ, ദാറ്റ് ഈസ് 7/2. ഈ 3 പോസിബിൾ വാല്യൂസ് ഉണ്ട്. ഇവിടെയും 5/2 വരുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഓൾസോ കുഡ് ബി 5/2. ഓൾറൈറ്റ്, പക്ഷേ അത് മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഒരു ഓപ്ഷനുണ്ട് 3/2 എന്നുള്ള ഓപ്ഷനും കൂടെ നോക്കണം. നമ്മൾ 3/2 എടുക്കുകയാണെന്ന് കരുതുക. Suppose you take J2 as 3/2 and J1 as 1. What are the possible values? Okay, it could go from 3/2 minus 1, that is 1/2, and then plus 1, 3/2, again plus 1, 5/2. Okay, ഇപ്പോൾ അതായത് J2 3/2 ആണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം പോസിബിൾ ആണ്. 3/2 - 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു J1 plus J2, that is 5/2. ഓക്കെ, ഇവിടെയും 5/2 വരുന്നുണ്ട്. ഓൾറൈറ്റ്, അതായത് J2 7/2 ആണെങ്കിൽ നമുക്ക് 5/2 കിട്ടും. J2 3/2 ആണെങ്കിലും നമുക്ക് 5/2 കിട്ടും. ടോട്ടൽ J = 5/2 കിട്ടും. അതുപോലെ J2 7/2, 5/2 ആൻഡ് 3/2 ഈ 3 കേസിലും നമുക്ക് 5/2 എന്നുള്ള വാല്യൂ കിട്ടും. ഓൾറൈറ്റ്, സോ ദ ആൻസർ is option C. നമുക്ക് 1/2 കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതും കൂടെ ചെക്ക് ചെയ്യാതെ ഇവിടെ ഉണ്ട്. ഓൾറൈറ്റ്, സോ വി ഹാവ് ഗോട്ട് J2 is equal to 1 and J1 is equal to 1/2. What are the possible values? Okay, we start with 1 minus 1/2, that's 1/2, plus 1, okay, that is 3/2. This is also the maximum value of J1 plus J2 is 3/2. So it can only take 1/2 and 3/2. Okay, but J2 1 ആണെങ്കിൽ J1 cannot be 1/2, but it could be 7/2, 5/2 or 3/2. Okay, ഈ 3 കേസിൽ നമുക്ക് J = 5/2 എന്ന് കിട്ടും. So the correct answer is option C. So don't be in a hurry to say that the answer is 7/2 and 5/2 only or 5/2 and 3/2 only. Okay, but ഇത് നോക്കിയാലും ശരിയായിരിക്കും. You have to take all the possibilities here because they are asking which are the possible values of J1. നമുക്ക് ആകെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ടോട്ടൽ J is equal to 5/2 എന്നാണ്. ഓൾറൈറ്റ്, അതുപോലെ J2 = 1 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ J1ൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ we say that you can get total value J with J2 = 1 if J1 is 7/2, 5/2 or 3/2. Okay, if get Jm and M1 M2 denote the basis vectors in the coupled and uncoupled representations respectively, in general a state with J = J1 plus J2 and M തന്നിട്ടുണ്ട്. Okay, J1 plus J2 minus 1 is a linear combination of. നമുക്കറിയാം ഇത് നമ്മളെ ക്ലെബ്ഷ്-ഗോർഡൻ ഡീകമ്പോസിഷൻ, ക്ലെബ്ഷ്-ഗോർഡൻ കോഎഫിഷ്യൻസിൻ്റെ കേസ് തന്നെയാണ്. ഓൾറൈറ്റ്, നമ്മൾ എഴുതുന്ന Jmനെ വി റൈറ്റ് ഇറ്റ് ആസ് സം കോമ്പിനേഷൻസ് ഓഫ് M1 M2. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? നോൺ സീറോ കോഎഫിഷ്യൻസ് എപ്പോഴാണ് വരുന്നത്? M1 plus M2 ഹാസ് ടു ബി ഈക്വൽ ടു M. M1 plus M2 ഹാസ് ടു ബി ഈക്വൽ ടു M. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇവിടെ നമ്മൾ M തന്നിട്ടുണ്ട്, J1 plus J2 minus 1. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഈ ബേസിലുള്ളത് M1, ഇത് M2 ആണ്. ഓക്കെ, ഈ ബേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് M1 M2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ ബേസിസിൽ M1 plus M2 ചെയ്ത് J1 plus J2 minus 1 കിട്ടുമെന്ന് ആദ്യം നോക്കാം. കാരണം ദിസ് ഇസ് 1 സെലക്ഷൻ റോൾ. ഓൾറൈറ്റ്, എന്നാൽ മാത്രം ക്ലെബ്ഷ്-ഗോർഡൻ നോൺ സീറോ ആവുള്ളൂ. സോ M1 M2 J1 ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ M1 plus M2 is J1 plus J2 minus 1. ഫൈൻ. ഓക്കെ, ഈ കേസിലോ J1 plus J2 minus 1. ഫൈൻ, ദാറ്റ്സ് സാറ്റിസ്ഫൈഡ്. ഈ കേസിൽ നോക്കുകയാണെങ്കിലോ J1 plus 1 plus J2 minus 2. So that's again J1 plus J2 minus 1. That's satisfied. J1 minus 2, J2 plus 1. So J1 plus J2 minus 1 again. Okay, അപ്പോൾ ഈ രണ്ട് കേസിലും M1 plus M2 is M. M1 plus M2 is M. ഓക്കെ, കാരണം എമ്മിൻ്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? J1 plus J2 minus 1 എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ M1 plus M2 is in the first case. Okay, J1 plus J2 minus 1. Fine. ഈ കേസിൽ നോക്കുകയാണെങ്കിലോ J1 minus 1 plus J2. Again it's M1. That's again J1 plus J2 minus 1. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിലോ ആദ്യത്തെ കേസിൽ M1 plus M2 എടുത്ത് നോക്കുകയാണെങ്കിൽ that is J1 plus J1 plus 1 plus J2 minus 2. Again that's equal to J1 plus J2 minus 1. What we need. Okay, ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിലോ again you see that it's J1 minus 2 plus J2 plus 1. Again it's J1 plus J2 minus 1. Okay, ഇനി ഈ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ J1 plus J2 minus 2.
ഓക്കെ, അതായത് ഈ വെക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ m1 പ്ലസ് m2 എന്ന് പറയുന്നത് j1 പ്ലസ് j2 മൈനസ് 1 അല്ല. സോ ദിസ് വി ക്യാൻ ഡിസ്റിഗാർഡ്. j1 മൈനസ് 1 j2 minus 1, j1 plus j2 minus 2 ആയി പോകും. Again, this condition is not satisfied. Alright? So, our condition for non-zero Clebsch-Gordan coefficient is satisfied only by option A and B. Okay, അതായത് m1 പ്ലസ് m2. ഓക്കെ, ഈ നൊട്ടേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ബേസിസിൽ നമ്മൾ എഴുതുന്നത് m1 m2 ആണ്. അപ്പോൾ നമ്മുടെ ബേസിക് കണ്ടീഷൻ m1 പ്ലസ് m2 ഈസ് ഈക്വൽ ടു m എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓക്കെ, ഇറ്റ് മേ സീം കൺഫ്യൂസിങ് അറ്റ് ഫസ്റ്റ്, ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് കെയർഫുള്ളി, നമ്മൾ ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ഇവിടെ m1ൻ്റെ വാല്യൂ j1 പ്ലസ് 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, m1ൻ്റെ വാല്യൂ j1 പ്ലസ് 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, m1ൻ്റെ വാല്യൂ j1 പ്ലസ് 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് m1 is j1 plus 1. This is not possible. Okay, the maximum value of m1 is j1. It cannot exceed j1. അതുപോലെ maximum value of m2 is j2. It cannot exceed j2. Okay, maximum value of m2 is j2. It cannot exceed j2 either. Alright, so that's the reason why we say that this cannot be a possible state. Okay, നമുക്കറിയാം m-ൻ്റെ value it goes from minus j to plus j. Okay, the minimum value is minus j and maximum value is plus j. It cannot exceed j. So, if you say m1 is j1 plus 1, this is wrong. Okay, this cannot be a possible state. So, the only correct answer, the only possible option is option A. Okay, I hope this is clear. ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ അതും തന്നെ മനസ്സിലാകുന്നില്ല എന്ന് വിട്ട് കളയരുത്. If you read it a couple of times, you probably will get the answer. Okay, so answer is option A. So the explanation is this: m is equal to m1 plus m2, but m1 has a maximum value j1 and m2 has a maximum value of j2. Alright, so when inside a kit you have got m1 equal to j1 plus 1, that's not a possible state. Okay. Alright, if as and psi s of t respectively denote the operator and state vectors in the Schrodinger picture. Okay, and u is equal to u of t comma t0 is the time evolution operator such that, okay, psi s of t is equal to u t comma t0 psi s of t0. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഷ്രോഡിംഗർ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi s of t is related to the wave function at time 0 by this relation, okay, u of t comma t0. Okay, it takes from t0 to t. Okay, then the operator ah and the state psi h in the Heisenberg picture. Heisenberg pictureലുള്ള ഓപ്പറേറ്ററും സ്റ്റേറ്റും എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഹൈസൻബർഗ് പിക്ചറിൽ ഓപ്പറേറ്റേഴ്സാണ് ഇവോൾവ് ചെയ്യുന്നത്, സ്റ്റേറ്റ്സ് ഇവോൾവ് ചെയ്യില്ല. ഓക്കെ, ഓപ്പറേറ്റേഴ്സാണ് ഇവോൾവ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇവോൾവ് ചെയ്യില്ല. അപ്പോൾ ഹൈസൻബർഗ് പിക്ചറിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. ശരിയല്ലേ? റൈറ്റ്, അതായത് psi s of t0 തന്നെ ആയിരിക്കും psi h of t എന്ന് പറയുന്നത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? വി ക്യാൻ സേ psi h of t. So from here we can see ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ psi s of t0 is equal to രണ്ട് സൈഡിൽ u ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ u ഇൻവേഴ്സ് അല്ലെങ്കിൽ u dagger, okay, u inverse of psi s of t. Okay, now this exactly is also the wave function in the Heisenberg picture. Okay, because it does not change. This is first part of it. Okay, so psi h of t is u inverse psi s of t. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഉണ്ട്. ഓൾറൈറ്റ്, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഹൗ ഡസ് ദ ഓപ്പറേറ്റർ ഇവോൾവ്? നമ്മൾ സ്റ്റേറ്റ് ഇവോൾവ് ചെയ്യില്ല എന്ന് പറഞ്ഞു, ഓപ്പറേറ്റർ എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന നോക്കുക. ഓക്കെ, ദിസ് ഇസ് ഈസിലി സീൻ. ഓക്കെ, കാരണം നമുക്കറിയാം ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂസിൻ്റെ എവല്യൂഷൻ. ഓക്കെ, എക്സ്പെക്റ്റേഷൻ വാല്യൂസിൻ്റെ എവല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ദിസ് ഇസ് ഷ്രോഡിംഗർ പിക്ചർ. ഓക്കെ, നൗ ദിസ് യു ക്യാൻ റൈറ്റ് ആസ് psi s of t0 u ഇൻവേഴ്സ്. ഓക്കെ, കാരണം നമ്മൾ ബ്രാ ആക്കുമ്പോൾ യു എന്നുള്ള യു ഇൻവേഴ്സ് ആവും. ഓക്കെ, എ എസ് യു, ഓക്കെ, psi s of t0. Alright, so from here we see that the psi s of t0 is clearly psi h of t also. Okay, u inverse as u psi h of t. So we can say that the Heisenberg operator evolves like this. ഇങ്ങനെ ഇവോൾവ് ചെയ്താലും നമുക്ക് ഈ രീതിയിൽ ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ഇവല്യൂഷൻ കിട്ടും. അതായത് ഒന്നുകിൽ സ്റ്റേറ്റ് ഇവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഇവോൾവ് ചെയ്യുക. ഏത് കേസിലാണെങ്കിലും എക്സ്പെക്റ്റേഷൻ വാല്യൂസിൻ്റെ ഇവല്യൂഷൻ സെയിം ആയിട്ട് കിട്ടും. Alright, so that's why we have got this option. Alright, psi h of t is u inverse psi s of t and ah of t is u inverse as of u.
All right, this is U inverse AS of U. This is what we call as the Heisenberg operator. Okay, because the Heisenberg operator has evolved in time. Okay, so option D is the correct answer. Okay. So there are more questions here. We'll continue in the next session. Okay, so for now we'll stop and continue in the next session. We have got more problems to solve. Okay, thank you.